Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ നമ്പർ 2 നിന്നുള്ള 4th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ലെക്ചേഴ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രിക്ക് പഠിച്ചു, പിന്നെ സ്റ്റോൺസും പഠിച്ചു. ഈ ഒരു ലെക്ചറിൽ നമ്മൾ സാൻഡിനെ പറ്റിയാണ് പഠിക്കുന്നത്, സാൻഡ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സാൻഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 2 സർവേയിങ് പഠിച്ചു, ബ്രിക്സ് പഠിച്ചു, സ്റ്റോൺസ് പഠിച്ചു. ഇനി നമുക്ക് സിമെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് സാൻഡിനെ പറ്റിയിട്ട് നോക്കാം ഈ ഒരു ലെക്ചറിൽ. അപ്പോൾ സാൻഡിൽ നമുക്ക് പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് പഠിക്കണം, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സാൻഡ് പഠിക്കണം, പിന്നെ സീവ് അനാലിസിസ്. ഇത് ആക്ച്വലി സാൻഡിന് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ സീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആക്ച്വലി നമുക്ക് 3 പോയിൻ്റാണ്: ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റീസ് ഏതൊക്കെയാണ്, പിന്നെ ഒരു സീവ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് സാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് സാൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അഗ്രിഗേറ്റ് എന്താണെന്ന് പഠിക്കാം. കാരണം ഈ അഗ്രിഗേറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പാണ് സാൻഡ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് സിമെൻറ്റും കോൺക്രീറ്റൊക്കെ പഠിക്കും അടുത്ത ടോപ്പിക്സൊക്കെ ആയിട്ട്. അപ്പോൾ അത് വരുമ്പോഴേക്കും നമുക്ക് സാൻഡ് എന്ന് പറയില്ല, നമ്മൾ അഗ്രിഗേറ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അഗ്രിഗേറ്റ് കൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് എന്താണെന്ന് നോക്കാം. Aggregate are inert materials which are mixed with binding materials such as cement or lime for the manufacturing of mortar or concrete. Aggregates are used as fillers in mortar and concrete and also to reduce their cost. Okay, aggregate എന്ന് വെച്ചാൽ ഒരു inert material ആണ് which are used with binding materials such as cement and lime. സിമെൻറ്റിൻ്റെയും ലൈമിൻ്റെയും കൂടെ ആഡ് ചെയ്യുന്ന ഒരു ഇനേർട്ട് മെറ്റീരിയലിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് മോട്ടാർ ഓർ കോൺക്രീറ്റ്. അപ്പോൾ മോട്ടാർ, കോൺക്രീറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മോട്ടാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിമെൻറ്റ് പ്ലസ് വാട്ടർ പ്ലസ് സാൻഡ്. ഈ സാൻഡിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമെൻറ്റും വാട്ടറും സാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റും ആയിട്ടുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ചാന്തെന്നൊക്കെ പറയും. നമ്മുടെ ഈ ബ്രിക്സ് ഇതൊക്കെ നമ്മൾ എന്താ പറയുക, പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി, പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കോൺക്രീറ്റ് എന്താണെന്ന് നോക്കാം. കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിമെൻറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ സാൻഡ് എന്ന് പറയും. അടുത്തത് കോസ് അഗ്രിഗേറ്റ്. കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോൺസ് ആൻഡ് വാട്ടർ. അപ്പോൾ സിമെൻറ്റ് പ്ലസ് സാൻഡ് പ്ലസ് സ്റ്റോൺ പ്ലസ് വാട്ടർ, ഇതിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ അഗ്രിഗേറ്റ്സ് എന്തിനാണ് ഈ മോട്ടറിലേക്കും കോൺക്രീറ്റിലേക്കും ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു ഫില്ലർ മെറ്റീരിയലാണ്. അത് ഇനേർട്ട് ആയതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ അഗ്രിഗേറ്റ് സാൻഡിലോ സ്റ്റോണിലോ എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കുമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി അത് ഇനേർട്ട് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു 5% മാത്രമേ നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്യൂ. സിമെൻറ്റാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ. സാൻഡ് ഒരു ചെറിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ഏകദേശം ഒരു 30% കാണുള്ളൂ. ഇതിനകത്ത് വരുന്ന സ്റ്റോൺ നമ്മൾ ഏകദേശം ഒരു 60% യൂസ് ചെയ്യും. 60 അല്ലെങ്കിൽ 70% നമ്മൾ യൂസ് ചെയ്യും. 60 to 70% യൂസ് ചെയ്യും. അപ്പോൾ നോക്കിക്കേ, വെറും 5 to 10% നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്യുള്ളൂ. ബാക്കി നമ്മൾ സാൻഡും സ്റ്റോണുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്ന നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറക്കാനും നമ്മൾ ഈ അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റിനെ മെയിനായിട്ട് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് particles, aggregates are classified into fine aggregate and coarse aggregate. ഈ ഫൈൻ അഗ്രിഗേറ്റിൽ വരുന്നതാണ് സാൻഡ്, കോസ് അഗ്രിഗേറ്റിൽ വരുന്നതാണ് സ്റ്റോൺ. അപ്പോൾ നിങ്ങൾക്ക് സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മളതിനെ ഫൈൻ എന്നും കോസ് എന്നും പറയും. പേര് വെച്ചിട്ട് തന്നെ മനസ്സിലാവും. ഫൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുഞ്ഞ് സൈസുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാൻഡ് എന്ന് പറയുന്നത്.
കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വലിയ സൈസ് ഉള്ളതായിരിക്കും. അതാണ് ഞാൻ സ്റ്റോൺസ് പറയാൻ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഗ്രാവൽസിൻ്റെ പൊടി, സാൻഡ്, അതൊക്കെയാണ്. കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സ്റ്റോണിൻ്റെ ചെറിയ ചെറിയ പീസുകൾ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് കോസ് അഗ്രിഗേറ്റ് എന്താണെന്ന് നോക്കാം. അഗ്രിഗേറ്റ്സ് ഹൂസ് പാർട്ടിക്കിൾസ് ഡു നോട്ട് പാസ് ത്രൂ 4.75 mm IS, ഇവിടെ ഒരു വേർഡ് മിസ്സിംഗ് ഉണ്ട്, സീവ്. Aggregates whose particles do not pass through 4.75 mm IS sieves are termed as coarse aggregate. Most commonly used coarse aggregate are crushed stone, gravel, broken piece of burned brick, etc. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റിനെ കോസ് അഗ്രിഗേറ്റ് എന്നും ഫൈൻ അഗ്രിഗേറ്റ് എന്നും പറയുന്നത്. അപ്പോൾ കോസ് അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.75 mm സൈസിലുള്ള IS സീവ്. ISൻ്റെ അർത്ഥം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. സീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അരിപ്പ. നമ്മൾ മണലൊക്കെ അരിച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, ചില കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ കോൺക്രീറ്റും പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് മണലൊക്കെ നമ്മൾ അരിച്ചെടുക്കും. എന്നിട്ട് ആ മണലും കല്ലൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചായക്ക് യൂസ് ചെയ്യുന്ന അരിപ്പ, ആ രീതിയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ എപ്പോഴും ഒരു മെഷ് പോലെ ആയിരിക്കും ഈ ഒരു സീവ്സ് അല്ലെങ്കിൽ അരിപ്പയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു മെഷിൻ്റെ സൈസാണ് ശരിക്കും ഈ പറയുന്നത് 4.75 mm. പല സൈസിലുണ്ട്, പക്ഷേ നമുക്ക് കോസ് അഗ്രിഗേറ്റിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അഗ്രിഗേറ്റ്സ് ഹൂസ് പാർട്ടിക്കിൾസ് ഡു നോട്ട് പാസ് ത്രൂ 4.75 mm IS സീവ്. അപ്പോൾ 4.75 mm സൈസുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സീവിൽ കൂടെ പാസ് ചെയ്യാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ കോസ് അഗ്രിഗേറ്റിനെ ഈ ഒരു സീവിൻ്റെ അകത്തുകൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അകത്ത് പോകില്ല, അതിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ വെച്ച് ഡിസ് നോട്ട് പാസ് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4.75 mm സൈസിൽ കൂടുതലുള്ളത് കൊണ്ടാണ് കോസ് അഗ്രിഗേറ്റ് അതിൻ്റെ അകത്തുകൂടി പാസ് ചെയ്യാത്തത്. അപ്പോൾ 4.75 mm IS സീവിൻ്റെ അകത്തുകൂടി പാസ് ചെയ്ത് പോകാത്ത ഏതൊരു അഗ്രിഗേറ്റിനെ നമ്മൾ കോസ് അഗ്രിഗേറ്റ് എന്ന് പറയും. ഇത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോസ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ക്രഷ്ഡ് സ്റ്റോൺ, വലിയ സ്റ്റോണിനെയൊക്കെ ക്രഷ് ചെയ്തെടുത്തേക്കുന്ന പാർട്ടിക്കിൾ, പിന്നെ ബ്രിക്കിൻ്റെയൊക്കെ ബേൺഡ് പീസ്. ഇതൊക്കെ നമ്മൾ ബ്രിക്കിൻ്റെ 4th ക്ലാസ് ബ്രിക്ക് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞായിരുന്നു. 4th ക്ലാസ് ബ്രിക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓവർ ബേൺ ചെയ്തു പോയ ബ്രിക്കാണ്. അത് നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അഗ്രിഗേറ്റൊക്കെ ആക്കി ഏതെങ്കിലും കോൺക്രീറ്റിൻ്റെ ഇടയിലൊക്കെ ആഡ് ചെയ്യാനേ പറ്റും. ഓക്കെ, അടുത്തത് ഫൈൻ അഗ്രിഗേറ്റ്, നേരെ ഓപ്പോസിറ്റ്. കോസ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 4.75 mm IS സീവി കൂടി പാസ് ചെയ്യാത്തതായിരുന്നു കോസ് അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ്സ് ഹൂസ് പാർട്ടിക്കിൾസ് പാസ് ത്രൂ 4.75 mm IS സീവ്. അപ്പോൾ 4.75 mm IS സീവ് അതിൻ്റെ അകത്തുകൂടി പാസ് ചെയ്യുന്ന ഏതൊരു അഗ്രിഗേറ്റിനെയും നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫൈൻ അഗ്രിഗേറ്റ്സ് ആർ സാൻഡ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈൻ അഗ്രിഗേറ്റ് ആണ് സാൻഡ്. ഇപ്പോൾ മനസ്സിലായോ? ഈ സാൻഡിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ലെക്ചറിൽ പഠിക്കാനുള്ളത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഈ ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് സാൻഡ്സ് ഉണ്ട്. പിറ്റ് സാൻഡ് അല്ലെങ്കിൽ ക്വാറി സാൻഡ്, റിവർ സാൻഡ്, സീ സാൻഡ്, അതേപോലെ ക്രഷ്ഡ് സ്റ്റോൺ ഇൻ പൗഡേർഡ് ഫോം. ഇതൊക്കെ നമ്മൾ സാൻഡിൻ്റെയൊക്കെ ഒരുപാട് വേരിയൻ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി അടുത്ത ലെക്ചറിൽ നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമ്മുടെ മെയിൻ സിലബസിൽ പറഞ്ഞേക്കുന്ന ടോപ്പിക്കിലേക്ക് ഇതുവരെ കടന്നില്ല. അപ്പോൾ IS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സ്ലൈഡിൽ കാണിച്ചു തരാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് സാൻഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ആംഗുലാർ ഓർ റൗണ്ടഡ് ഗ്രെയിൻസ് ഓഫ് സിലിക്ക. Depending upon the source from which it is obtained, it is classified as. അപ്പോൾ സാൻഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആംഗുലാർ ആൻഡ് റൗണ്ടഡ് ഗ്രെയിൻസ് ഓഫ് സിലിക്ക. ചെറിയ ആംഗുലാറും റൗണ്ടഡും ആയിട്ടുള്ള ഗ്രെയിൻസ് ഓഫ് സിലിക്ക. ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സിനനുസരിച്ച് നമുക്ക് സാൻഡിനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. സാൻഡ് ഈസ് എ ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒരു ടൈപ്പാണ് സാൻഡ്, വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മോട്ടാർ ആൻഡ് സിമെൻറ്റ്. മോട്ടാർസ് ഉണ്ടാക്കാനും സിമെൻറ്റ് ഉണ്ടാക്കാനും ഒക്കെയാണ്
നമ്മൾ സാൻഡ് യൂസ് ചെയ്യുന്നത്. ഈ മോട്ടാർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ മോട്ടാർ എന്നൊന്നും ആരും എഴുതി വെക്കരുത്. ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. മോട്ടാർ എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി മെയിനായിട്ട് സാൻഡ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് നാച്ചുറൽ സാൻഡ്. The fine aggregates formed by natural disintegration of rocks and deposited in the beds of streams, rivers, glaciers are called natural sand. അപ്പോൾ സിമ്പിളായിട്ട് നാച്ചുറൽ സാൻഡ് എന്ന് വെച്ചാൽ ഫൈൻ അഗ്രിഗേറ്റ്സ്. ഇപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒരു ടൈപ്പാണ് സാൻഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫൈൻ അഗ്രിഗേറ്റ്സ് ഫോംഡ് ബൈ നാച്ചുറൽ ഡിസിൻറ്റഗ്രേഷൻ. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു റോക്ക് വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ടും വേവിൻ്റെ ആക്ഷനൊക്കെ കൊണ്ട് പൊടിഞ്ഞ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അത് ഏതെങ്കിലും സ്ട്രീംസ് റിവേഴ്സിൻ്റെയൊക്കെ കരയിലൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അങ്ങനെയുള്ള ടൈപ്പ് സാൻഡിനെയാണ് നമ്മൾ നാച്ചുറലി അവൈലബിൾ സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ കേട്ടിട്ടുള്ളൊരു പോയിൻ്റാണ് മണൽ കടത്ത്. നമ്മുടെയൊക്കെ കായലിൽ നിന്നും കായലിൻ്റെ കരയിൽ നിന്നൊക്കെ ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്നൊക്കെ ഒരുപാട് മണൽ ഊറ്റിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതാണ് നാച്ചുറൽ സാൻഡ്. നമ്മുടെ ഓരോ കായലിൻ്റെയും റിവറിൻ്റെയൊക്കെ താഴെ തട്ടിൽ നല്ല മണൽ കിട്ടും. ഓക്കെ, അതാണ് നാച്ചുറൽ സാൻഡായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് ക്രസ്റ്റ് സ്റ്റോൺ സാൻഡ്. ക്രസ്റ്റ് സ്റ്റോൺ സാൻഡ്. ദ ഫൈൻ അഗ്രിഗേറ്റ്സ് മെയ്ഡ് ബൈ ക്രഷിംഗ് നാച്ചുറൽ ഗ്രാവൽസ് ആർ കോൾഡ് ക്രഷ്ഡ് സ്റ്റോൺസ് സാൻഡ്. അപ്പോൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഗ്രാവൽസിനെയൊക്കെ ക്രഷ് ചെയ്തിട്ട് തീരെ ഫൈനറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സാൻഡ് ഈസ് അവൈലബിൾ ഫ്രം ദെയർ സോഴ്സ്. അപ്പോൾ എവിടെ നിന്നാണോ നമുക്ക് ഈ സാൻഡ് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സാൻഡിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാം. റിവർ സാൻഡ്, പിറ്റ് സാൻഡ്, സീ സാൻഡ്. അപ്പോൾ ഏത് സോഴ്സിൽ നിന്നാണോ നമുക്ക് ഈ ഒരു സാൻഡ് അവൈലബിൾ ആകുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സാൻഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് റിവർ സാൻഡ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് റിവറിൻ്റെ ബെഡിൽ നിന്നും റിവറിൻ്റെ കരയിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു സാൻഡിനെ കിട്ടുന്നത്. ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റിവർ ബെഡ്സ് ഓർ റിവർ ബാങ്ക്സ്. റിവർ ബെഡ് എന്ന് വെച്ചാൽ റിവറിൻ്റെ അടിത്തട്ട്, വെള്ളത്തിൻ്റെ താഴെയുള്ള തട്ടിനെയാണ് റിവർ ബെഡ് എന്ന് പറയുന്നത്. റിവർ ബാങ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ കര. ദിസ് സാൻഡ് ഈസ് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഷാർപ്പ് ആൻഡ് റൗണ്ടഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴുകി അത് നല്ല ബ്രൈറ്റും ക്ലിയർ കളറിലും ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. വെള്ളത്തിൻ്റെ താഴെ നിന്നും കരയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് ഈ ഒരു സാൻഡ് നല്ല ബ്രൈറ്റും ആയിരിക്കും, നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല ഷാർപ്പും റൗണ്ടഡ് പാർട്ടിക്കിൾസും ആയിരിക്കും ഈ ഒരു റിവർ സാൻഡ്. ദിസ് സാൻഡ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് സ്യൂട്ടബിൾ സാൻഡ് ഫോർ മേക്കിംഗ് മോട്ടാർ. മോട്ടാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാൻഡ് റിവർ സാൻഡാണ്. ഇറ്റ്സ് ഇൻ്റർലോക്കിംഗ് വാല്യൂ ഈസ് ലെസ് സിൻസ് ഇറ്റ് ഹാസ് മോർ റൗണ്ട് കോർണേഴ്സ്. അപ്പോൾ റൗണ്ട് കോർണേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടി വളരെ കുറവാണ്. മോർ സ്യൂട്ടബിൾ ഫോർ പ്ലാസ്റ്ററിങ് വർക്ക്. പ്ലാസ്റ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയൊക്കെ നമ്മൾ തേക്കുക എന്ന് പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്ററിങ് വർക്ക്സിനായിരിക്കും. അടുത്തത് പിറ്റ് സാൻഡ്. പിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഴി കുറച്ച് ഡെപ്തിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന സാൻഡ്. ദിസ് സാൻഡ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം പിറ്റ് ഡഗ് അറ്റ് എ ഡെപ്ത് ഓഫ് 1.5 to 2 meter ഇൻ ദ സോയിൽ. സോയിലിൻ്റെ താഴെ നമ്മൾ 1.5 to 2 meter നമ്മൾ കുഴിച്ചെടുക്കുന്ന സാൻഡിനെയാണ് നമ്മൾ പിറ്റ് സാൻഡ് അല്ലെങ്കിൽ പിറ്റ് ഡഗ് എന്ന് പറയുന്നത്. ദ പാർട്ടിക്കിൾസ് ആർ ഷാർപ്പ്, ആംഗുലാർ, പോറസ് ആൻഡ് ഫ്രീ ഫ്രം ഹാംഫുൾ സോൾട്ട്സ്. അപ്പോൾ ഇത്ര ഡെപ്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതുകൊണ്ട് ഹാംഫുൾ ആയിട്ടുള്ള സോൾട്ട്സ് ഒന്നും അതിൻ്റെ അകത്ത് കാണൂല. അതേപോലെ ആംഗുലാർ ആയിരിക്കും, പോറസ് ആയിരിക്കും. ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മോട്ടാറിനാണ്. നേരത്തെ പറഞ്ഞ പോലെ സിമൻറ്റ് മോട്ടാർ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഈ സാൻഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് സീ സാൻഡ്. ദിസ് ഈസ് ദ സാൻഡ് അവൈലബിൾ ഇൻ സീ ഷോർ. സീ ഷോറിൻ്റെ കരയിൽ കിട്ടുന്ന സാൻഡിനെയാണ് നമ്മൾ സീ സാൻഡ് എന്ന് പറയുന്നത്. ദിസ് സാൻഡ് ഈസ് ബ്രൗൺ ഇൻ കളർ, കൺസിസ്റ്റ് ഓഫ് റൗണ്ടഡ് പാർട്ടിക്കിൾ. യൂഷ്വലി ഇത് ബ്രൗൺ കളർ ആയിരിക്കും, റൗണ്ടഡ് പാർട്ടിക്കിൾസും ആയിരിക്കും. ജനറലി ദിസ് സാൻഡ് ഓൾസോ കണ്ടെയ്ൻ ഒബ്ജക്ഷണബിൾ സോൾട്ട്സ്. ഈ ഒരു സാൻഡിൻ്റെ അകത്ത് ചെറിയ സോൾട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ യൂഷ്വലി ഇത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൻ്റെ ടൈപ്സിൽ വരാനുള്ളത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റീസ് നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സാൻഡ്. നല്ല സാൻഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കണം അതിനുണ്ടാകേണ്ടത്. ഒന്നാമത്തത് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ക്വാഡ്സ് ഓഫ് വൈറ്റ്, ലൈറ്റ് ഗ്രേ കളർ ആൻഡ് ഫ്രീ ഫ്രം സിൽട്ട്. അപ്പോൾ ഈ ഒരു സാൻഡിൻ്റെ അകത്ത് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളറുള്ള ക്വാഡ്സ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം. അതേപോലെ അതിൻ്റെ അകത്ത് സിൽട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. സിൽട്ട് എന്ന് വെച്ചാൽ പൊടിപടലങ്ങൾ, തീരെ ചെറിയ പൊടീനെയാണ് നമ്മൾ സിൽട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കണം.
Second point, it should pass through 2 mm IS sieve and retained on 90 micron sieve. അപ്പോൾ പക്ക ഗുഡ് ക്വാളിറ്റി സാൻഡ് എന്ന് വെച്ചാൽ 2 mm CV കൂടി പാസ് ചെയ്യുന്നതും 90 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് ഡിഫറൻസ് ആണ് പറയുന്നത്. പാർട്ടിക്കിളിൻ്റെ സൈസ് 2 mm അതിനേക്കാളും ചെറുതായിരിക്കണം, 2 mm ചെറുതായിരിക്കണം. അതുകൊണ്ടാണ് പാസസ് ത്രൂ 2 mm എന്ന് പറയുന്നത്. 2 mm സൈസുള്ള അരിപ്പയെ കൂടി പാസ് ചെയ്യുന്ന സാൻഡ് ആയിരിക്കണം. അതേപോലെ 90 മൈക്രോൺ സീവിൻ്റെ അതിനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ സാൻഡിൻ്റെ സൈസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ മൈക്രോൺ എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓൾ ഓർഗാനിക് മാറ്റർ. ഒരു ഓർഗാനിക് മാറ്ററും അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ആകാൻ പാടില്ല. ഫോർത്ത് പോയിന്റ്, ലോസ് ഓഫ് വെയ്റ്റ് ഡ്യൂ ടു ഇഗ്നീഷൻ ഷുഡ് ബി ലെസ് ദാൻ 0.25%. അടുത്ത പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഹൈഗ്രോസ്കോപ്പിക് സോൾട്ട്. ഇറ്റ് ഷുഡ് ഹാവ് കോഴ്സ്, ആംഗുലർ, ഹാർഡ് ആൻഡ് ഷാർപ്പ് ഗ്രെയിൻസ്. അപ്പോൾ ആ ഒരു സാൻഡിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടിക്കിളും ക്ലോസർ ആയിരിക്കണം, ആംഗുലർ ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, നല്ലപോലെ ഷാർപ്പ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട്. കെമിക്കലി ഇനേർട്ട് എന്ന് വെച്ചാൽ വെള്ളമായിട്ട് ആഡ് ചെയ്യുമ്പോഴും മറ്റേതായിട്ട് ആഡ് ചെയ്യുമ്പോഴും റിയാക്ഷൻസ് ഒന്നും സംഭവിക്കരുത്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. സാൻഡ് നല്ല സ്ട്രോങ്ങും ആയിരിക്കണം, ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കണം. ഇത്രയാണ് നമുക്ക് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. യൂഷ്വലി 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അടുത്തത് സീവ് അനാലിസിസ്. സീവ് അനാലിസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ടെസ്റ്റാണ്. സാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ആ പാർട്ടിക്കിൾ സൈസിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സീവ് അനാലിസിസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റെഗുലറായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നെങ്കിൽ സീവ് അനാലിസിസ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ടെസ്റ്റ് എന്ന് ചോദിക്കും. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ തിയറി ഒന്ന് പറഞ്ഞു തരാം. ഇത് തിയറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡൗട്ടായിരിക്കും, എങ്കിലും ഇത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ തിയറി എഴുതാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് പാർട്ടിക്കിൾ വിത്തിൻ സർട്ടൈൻ റേഞ്ചസ് ഇൻ എ അഗ്രിഗേറ്റ് by separation on various sieves of different size openings may be defined as sieve analysis. ഓക്കെ, അപ്പോൾ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രിഗേറ്റിൻ്റെ അകത്ത് പല സൈസിലുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ള ഒരുപാട് പാർട്ടിക്കിൾസിൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ നമ്മളൊരു പിടി മണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറിയ തരി മുതൽ കുറച്ച് ഉരുണ്ട കല്ല് വരെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു ടെസ്റ്റിനെയാണ് സീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പല സൈസിലുള്ള സീവ്സ് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ കോസ് അഗ്രിഗേറ്റും വരും, അതായത് കല്ലും വരും മണ്ണും വരും. അതിനെ നമ്മൾ അതിൻ്റെ അകത്തുകൂടി സീവ് ചെയ്ത് അരിച്ചരിച്ചെടുക്കും. എന്നിട്ട് ഓരോ സീവിലും നമുക്ക് കിട്ടുന്നതിനെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇതെത്ര സൈസിലുള്ള അഗ്രിഗേറ്റാണ്, മറ്റേത് ഏത് സൈസിലുള്ള അഗ്രിഗേറ്റാണ്. അപ്പോൾ അങ്ങനെ പ്രൊപ്പോർഷൻസ് ഓഫ് പാർട്ടിക്കിൾസ്, ആ അഗ്രിഗേറ്റിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം, മാറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ സീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ എ സീവ് അനാലിസിസ്, എ നോൺ വെയ്റ്റ് ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ് ഈസ് സീവ്ഡ് സക്സസ്ഫുള്ളി ത്രൂ IS സീവ്സ് സ്പെസിഫൈഡ് ഫോർ ദ ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്. അപ്പോൾ സീവ് അനാലിസിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു നോൺ വെയ്റ്റ്, 1 കിലോ എന്ന് എടുത്തു, ഒരു 1 kg ഡ്രൈ അഗ്രിഗേറ്റ്, ഡ്രൈ ആയിട്ടുള്ള, അതായത് നനവൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു 1 kg എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോൺ വെയ്റ്റ് ആയിട്ടുള്ള 1 kg അഗ്രിഗേറ്റിനെ നമ്മൾ സീവ് ചെയ്യും. പല സൈസിലുള്ള സീവ്സിൻ്റെ അകത്തുകൂടി പാസ് ചെയ്ത് നമ്മൾ സീവ് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫൈഡ് ടൈപ്പ്, ഏത് ടൈപ്പിലാണ് അത് വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, the sum of cumulative percentage of residue retained on each IS sieve. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സീവുകളെന്ന് വെച്ചാൽ 80 mm മുതൽ 150 മൈക്രോൺ സൈസിലുള്ള സീവ് വരെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേണം സ്പെസിഫൈ ചെയ്ത് പറയാം. 80 mm ഇതാണ് ഏറ്റവും വലിയ സീവ്. അതിൻ്റെ താഴെയുള്ളത് 40 mm ആണ്, അതിൻ്റെ താഴെയുള്ളത് 20 mm ആണ്, അതിൻ്റെ താഴെയുള്ള 10 mm ആണ്. അങ്ങനെ കുറഞ്ഞ് 150 മൈക്രോൺ. അപ്പോൾ 80 മുതൽ 150 മൈക്രോൺ വരെയുള്ള പല സൈസിലുള്ള സീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് റെസിഡ്യൂ റീറ്റെയിൻഡ് ഓൺ ഈച്ച് ഓഫ് ദ ISCU ഡിവൈഡഡ് ബൈ 100 ഈസ് നോൺ ആസ് ഫൈനസ്റ്റ് മോഡൽസ്. അപ്പോൾ അതൊരു ഇക്വേഷനാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് വിച്ച് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ഫൈനസ് ഓർ കോസ്റ്റ്നെസ് ഓഫ് ദ അഗ്രിഗേറ്റ്. അപ്പോൾ എന്തിനാണ് ഈ ഫൈനസ് മോഡുലസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ കിട്ടുന്ന ആ ഒരു ഫൈനസ് മോഡുലസിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫൈനസ് എത്ര, ആ കിട്ടിയ നമ്മുടെ കയ്യിലുള്ള അഗ്രിഗേറ്റിൻ്റെ ഫൈനസ് എത്ര അല്ലെങ്കിൽ കോസ്റ്റ്നെസ്, ഫൈനസ് എന്ന് വെച്ചാൽ എത്ര ചെറുതാണ്, കോസ്റ്റ്നെസ് എന്ന് വെച്ചാൽ എത്ര വലുതാണെന്നുള്ളത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹയർ ഫൈനസ് മോഡുലസ് കോസർ ദ പാർട്ടിക്കിൾ സൈസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഫൈനസ് മോഡുലസിൻ്റെ വാല്യൂ കൂടുന്തോറും പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടിപ്പോവും, അതല്ലെങ്കിൽ വൈസ് വേഴ്സ, നേരെ തിരിച്ച്. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് ഫൈനസ് മോഡുലസ് ഈസ് ഡൺ ബൈ സീവ് അനാലിസിസ്. അപ്പോൾ ഈ ഫൈനസ് മോഡുലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീവ് അനാലിസിസ് ചെയ്യണം. ഇൻ ദിസ് ദ നോൺ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് സാമ്പിൾ സക്സസീവ്ലി സീവ്ഡ് ത്രൂ എ സെറ്റ് ഓഫ് സീവ്സ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് എടുക്കുക, മണ്ണായിക്കോട്ടെ കല്ലായിക്കോട്ടെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെറ്റ് ഓഫ് സീവ്സ് 80, 40, 20, 10 അങ്ങനെ ഇത്രയും സീവ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഓർഡറിൽ വെക്കണം, അതൊക്കെ പറഞ്ഞുതരാം. അതിൻ്റെ അകത്തോട് സീവ് ചെയ്യുക. സീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ വെയിറ്റ് റീറ്റേൺഡ് ഇൻ ഈച്ച് സീവ് ആഫ്റ്റർ സീവിങ് ഈസ് നോട്ട്. ഓരോ സീവിലും ഇപ്പോൾ 80 mm സീവിൽ എത്ര അഗ്രിഗേറ്റ് റീറ്റേൺ ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തങ്ങി നിൽപ്പുണ്ട്, അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യുക W1. അടുത്ത 40 mm സീവിൻ്റെ അകത്ത് എത്ര അഗ്രിഗേറ്റ് റീറ്റേൺ ചെയ്തു W2. അടുത്തത് ഇങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റ് റീറ്റേൺ എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. അടുത്തത് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻഡ് ആൻഡ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻഡ് ആർ ടാബുലേറ്റഡ്. അപ്പോൾ ഇവിടെ നിന്ന് വെയിറ്റ് റീറ്റെയിൻഡ് കിട്ടി, ഇനി അതിൻ്റെ അകത്തുനിന്ന് പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡും ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡും കണ്ടുപിടിക്കുക. ആസ് ഷോൺ ഇൻ ദ ടേബിൾ, ഒരു ടേബിൾ താഴെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഫൈനസ് മോഡുലസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫൈനസ് മോഡുലസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻഡ് ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ തിയറി. അപ്പോൾ എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഏറെക്കുറെ ഇതിൻ്റെ അകത്ത് വലിയ പിടുത്തമൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ISCU എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സീവ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു മെഷാണ്, അരിപ്പയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ ഇതിൻ്റെ അകത്തുള്ള ചെറിയ സൈസ്, ഈ സൈസാണ് നമ്മൾ അതിൻ്റെ പേരിടുന്നത്. ഇപ്പോൾ 80 mm സീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഹോൾസും 80 mm സൈസിലുള്ളതായിരിക്കും. ഇപ്പോൾ 20 mm സീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഹോളും 20 mm സീവ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് സീവുകളുണ്ട്, ഓരോ സീവിനും ഓരോ സൈസായിരിക്കും. അപ്പോൾ ഒരെണ്ണം 80 mm ആയിരിക്കും, ഒരെണ്ണം 20 mm ആയിരിക്കും, ഒരെണ്ണം 10 mm ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 80 mm ആണ്. ഈ സൈവിൻ്റെയൊക്കെ സൈസ് mm നിന്ന് മൈക്രോൺസിലേക്കാണ് നമ്മൾ പറയുന്നത്, സെൻറ്റിമീറ്ററോ മീറ്ററൊന്നും അല്ല. ഓക്കെ, ഇനി എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു അഗ്രിഗേറ്റ് എടുത്താൽ അതിനകത്ത് പല സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. കുഞ്ഞ് പൊടി മുതൽ അങ്ങ് വലുത് ചെറിയ കല്ല് വരെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മാറ്റി സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീവ് അനാലിസിസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഒരു നോൺ എമൗണ്ട് ഓഫ് അഗ്രിഗേറ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ മണ്ണുണ്ട്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സീവ് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മണ്ണ് അത് വെയിറ്റ് എടുക്കുക. ഒരു വെയിങ് ബാലൻസ് ഉണ്ട്, വെയിങ് ബാലൻസ് വെച്ചിട്ട് നമ്മളിതിൻ്റെ വെയിറ്റ് എടുക്കുക. അതിനെ നമുക്ക് ക്യാപിറ്റൽ W കൊടുക്കാം. സപ്പോസ് നമുക്ക് ഒരു 1 kg വെയിറ്റ് എടുക്കാം. ഒരു 1 kg സാൻഡ് നമ്മൾ ഇതുപോലെ വെയ് ചെയ്ത് മാറ്റി ഒരു ട്രേയിലേക്ക് എടുത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 1 kg സാൻഡ് നമ്മൾ മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമായിട്ടുള്ള സീവുകൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ സീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നമ്മളൊരു പാൻ വെക്കും. പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മളൊരു അടപ്പ് വെക്കുക എന്ന് പറയില്ല. അടപ്പെന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ക്യാബിൻ. ഇതിൻ്റെ താഴെ ഹോളൊന്നുമില്ല, ഇത് ക്ലോസ്ഡ് ആണ്. ഒരു ക്യാപ്പ് പോലെ നമുക്ക് താഴെ വെക്കാം. ഇത് ഒരു അരിപ്പ, അതിൻ്റെ പേര് 150 മൈക്രോൺ ആണ്. ഇനി മൈക്രോൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 mm എന്ന് വെച്ചാൽ 1 millimeter ആണ്. 1 mm എന്ന് പറഞ്ഞാൽ 1000 മൈക്രോമീറ്റർ ആണ്. അതിനെയാണ് നമ്മൾ മൈക്രോൺ എന്ന് പറയുന്നത്. അതായത് 1 mm is equal to 1000 മൈക്രോൺ ആണ്. അപ്പോൾ 150 മൈക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.15 mm ആണ്. അതേപോലെ 300 മൈക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.3 mm ആണ്.
അപ്പോൾ എമ്മിൻ്റെ താഴെയുള്ളൊരു യൂണിറ്റാണ് ഈ മൈക്രോൺ. അപ്പോൾ ഒരു സീവ്, ഇപ്പോഴത്തെ സീവ് എല്ലാം സർക്കുലർ ഷേപ്പാണ്. ഇതിങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൈസിൻ്റെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈസിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ ഒരു പാൻ, അതിൻ്റെ മുകളിൽ 115 മൈക്രോൺ, അതാണ് ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള 300 മൈക്രോൺ, അതിൻ്റെ മുകളിൽ 600 മൈക്രോൺ, അതിൻ്റെ മുകളിൽ 1.18 mm സീവ്, അതിൻ്റെ മുകളിൽ 2.36 mm സീവ്, അതിൻ്റെ മുകളിൽ 4.75 mm സീവ്. യൂഷ്വലി നമുക്ക് ഇത്രയും മതി, സാൻഡിൻ്റെ സീവ് അനാലിസിസ് ചെയ്യാനായിട്ട് ഇത്രയും മതി. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചുകൂടി യൂസ് ചെയ്യാറുണ്ട് ടെസ്റ്റ് ചെയ്യാൻ. ഇത്രയും സീവ് നമുക്ക് ആവശ്യമുണ്ട് ഈ ടെസ്റ്റ് ചെയ്യാൻ. ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ ഇതാണ്: ഏറ്റവും താഴെ പാൻ, അതിൻ്റെ മുകളിൽ ഏറ്റവും ചെറിയ സീവ്, തൊട്ട് മുകളിലുള്ള സീവ്, ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ ഹോളുള്ള സീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ സാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിക്കിൾ ഈ ഒരു സീവിൽ ഹോൾഡ് ചെയ്യും, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ ഇവിടെ ഹോൾഡ് ചെയ്യും, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ ഇവിടെ ഹോൾഡ് ചെയ്യും, അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾ ഇവിടെ ഹോൾഡ് ചെയ്യും, അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾ ഇവിടെ തങ്ങി നിൽക്കും, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ ഇവിടെ തങ്ങി നിൽക്കും. ഇതിലൊന്നിലും തങ്ങി നിൽക്കാത്ത ഏറ്റവും തീരെ പൊടിയായിട്ടുള്ള മെറ്റീരിയൽസ് ഈ പാനിൽ വന്ന് നിൽക്കും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴെ പാൻ വെച്ചിട്ടുണ്ട്. ഇത് 150 മൈക്രോൺ സീവാണ്, ഇത് 300 മൈക്രോൺ സീവാണ്, ഇത് 600 മൈക്രോൺ സീവാണ്, ഇത് 1.18 സീവാണ്, ഇത് 2.36 ആണ്, ഇതിൻ്റെ മുകളിൽ 4.76 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വെയിറ്റ് ചെയ്ത് 1 kg വെയിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സാൻഡ് എടുത്ത് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യും. ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ 4.75 mm സീവിൻ്റെ മുകളിലേക്ക് ഇടും. ഓക്കെ അല്ലേ? ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു ക്യാപ്പും കൂടി വെക്കും, ആടി പോകാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു മുകളിൽ ഒരു ക്യാപ്പ് വെച്ച് പൂട്ടും. ഇപ്പോൾ ഏറ്റവും താഴെ ഒരു പാനുണ്ട്, കുറേ സീവ് അറേഞ്ച് ചെയ്തു, അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോപ്പർ അല്ലെങ്കിൽ ക്യാപ്പ് വെക്കും. ഇതിന് നേരെ നമ്മളൊരു ഷെയ്ക്കറിലേക്ക് ഫിക്സ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സീവ് ഷെയ്ക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ വെച്ചിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യും, ഈ ഫുൾ കമ്പോണൻറ്റ് ഇരുന്ന് ഷെയ്ക്ക് ചെയ്യും. അപ്പോൾ ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള സീവിൻ്റെ അകത്ത് മണ്ണ് കുലുങ്ങി ഇതിങ്ങനെ താഴത്തേക്ക് പാസ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അരിക്കുന്ന പ്രോസസ്സ്, കൈകൊണ്ട് അരിക്കുന്നതിന് പകരം നമുക്ക് ഈ മെഷീനിൽ വെച്ച് അരിക്കാം. 10 മിനിറ്റ് നമ്മളിങ്ങനെ ഈ ഒരു മെഷീൻ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. 10 മിനിറ്റ് നമ്മൾ സീവ് ചെയ്യണമെന്ന് വെച്ചാൽ അരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓരോ സീവും പുറത്തേക്ക് എടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ 4.75 mm സീവ് എടുത്ത് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സാൻഡോ പാർട്ടിക്കിൾസ് കിടപ്പുണ്ടോ, അതിൻ്റെ വെയിറ്റ് നോക്കുക, W1. അടുത്ത അതിൻ്റെ താഴെയുള്ള ഏതാണ്, 2.36 mm സീവ് ഉണ്ട്, അതിൻ്റെ അകത്തും കുറച്ച് സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിൻ്റെ വെയിറ്റ് എടുക്കുക. അടുത്തത് ഇതിൻ്റെ താഴെ 1.18 mm സീവ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എടുക്കുക. അതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള സാൻഡിൻ്റെ വെയിറ്റ്. അങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റ് എടുക്കുക. ഏറ്റവും താഴെ പാൻ ഉണ്ടാവും, പാനിൻ്റെ അകത്തും കുറച്ച് പൊടി പടലങ്ങളുണ്ടാവും, അതിൻ്റെ വെയിറ്റ് എടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതാണ് നമ്മുടെ ടാബുലർ കണ്ടൻറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ യൂസ് ചെയ്ത IS സീവ് എല്ലായിടത്തും എഴുതുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ശരിക്കും, അതുകൊണ്ടാണ് ഈ കോളത്തിൻ്റെ അകത്തൊന്നും എൻട്രി വരാത്തത്. പക്ഷേ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ഈ ടേബിളിൻ്റെ അകത്ത് അതുകൂടി എഴുതണമെന്നുണ്ട്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ഒരു ടേബിൾ നമ്മൾ കാണിക്കേണ്ടി വരും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചോദിച്ചാൽ. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ എഴുതുക കാൽക്കുലേഷൻ ഓഫ് ഫൈനസ് മോഡുലസ്, അല്ലെങ്കിൽ സീവ് അനാലിസിസിൻ്റെ കാൽക്കുലേഷൻ എന്ന് ഹെഡിങ് കൊടുത്താലും മതി. ഇതിനകത്തുള്ള ഓരോ കോളം ശ്രദ്ധിക്കുക. ആദ്യത്തെ സീവ് സൈസ്, രണ്ടാമത്തത് വെയിറ്റ് റീറ്റെയിൻഡ്, അതിൻ്റെ യൂണിറ്റ് ഗ്രാമാണ്. മൂന്നാമത്തെ കോളം പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ്. നാലാമത്തെ കോളം ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻഡ്. ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ എടുത്ത സീവ്, അതിൻ്റെ ഓർഡറിൽ ഏറ്റവും വലുത് 80 mm, അതിൻ്റെ താഴെ 40 mm, അതിൻ്റെ താഴെ 20, അതിൻ്റെ താഴെ 10. ശരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തില്ല, പക്ഷേ ടേബിളാർ കോളത്തിൽ അത് ചെയ്യുക. ഇത് എടുത്തിട്ടും കാര്യമൊന്നുമില്ല, കാരണം ഇത്രയും വാല്യൂസ് നമുക്കില്ല. പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മളത് ചെയ്യണം. ഇനി നമ്മൾ ശരിക്കും എടുത്തത് ഇതാണ്, 4.75 mm വെച്ചു, അതിൻ്റെ താഴെ 2.36 mm സീവ് വെച്ചു, അതിൻ്റെ താഴെ 1.18 mm സീവ് വെച്ചു, അതിൻ്റെ താഴെ 600 മൈക്രോൺ, 300 മൈക്രോൺ, 150 മൈക്രോൺ, അതിൻ്റെ താഴെ നമ്മൾ പാനും വെച്ചു. ഇവിടെ ടോട്ടൽ എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്, പാനും വെച്ചു. ഓക്കെ, ഇനി ഫസ്റ്റ് കോളം ഞാൻ പറഞ്ഞു വെയിറ്റ് ഓഫ് റീറ്റെയിൻഡ് ഗ്രാമിലാണ്. ഓക്കെ, അപ്പോൾ 7.5 mm എത്ര സാൻഡാണോ റീറ്റെയിൻ ചെയ്തത്, തങ്ങിക്കിടന്ന്, അതിൻ്റെ വെയിറ്റാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല W1. അതേപോലെ 2.36 സീവ് അരിപ്പയിൽ എത്ര ഉണ്ടായിരുന്നു,
അതാണ് 80 കിട്ടിയത്. W2 ഈ വാല്യൂസൊക്കെ ഒരു സാമ്പിൾ വാല്യൂ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ 1.18 ഹോൾഡ് ചെയ്ത് 100 ഗ്രാമാണ് W3. അങ്ങനെ ഓരോ സീവിലും എത്ര എമൗണ്ട് സാധനങ്ങൾ റീറ്റെയിൻ ചെയ്തു അതിൻ്റെ വെയിറ്റാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 100 ഗ്രാം കിട്ടണം. കാര്യം എന്താണ്? നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ 1 kg ആണ് സാൻഡ് എടുത്തത്. അതാണ് ഈ അരിപ്പകളിലേക്ക് ഇട്ടത്. ആ മണ്ണാണ് സ്പ്ലിറ്റ് ചെയ്ത് പല അരിപ്പയിലേക്കും പോയത് അല്ലേ? പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 100 വരും. അത് ഓർത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് ഇഷ്ടമുള്ള വാല്യൂ എഴുതാം, പക്ഷേ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1000 ഗ്രാം വരണം. മനസ്സിലായോ? ഇനി ഇവിടെ എഴുതുന്ന വാല്യൂവിനെ വെച്ചിട്ടാണ് ബാക്കി വാല്യൂസൊക്കെ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേ വാല്യൂസ് കാണാപ്പാടം പഠിക്കണമെന്നൊന്നുമില്ല. ചുമ്മാ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ മതി. പക്ഷേ ടോട്ടൽ 1000 വരണം. 1000 എന്ന് വെച്ചാൽ 1 kg വരണം. ഇതിപ്പോൾ ഗ്രാമിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുതരാം. പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് എന്ന് വെച്ചാൽ മൊത്തം 1 kg, അതിൻ്റെ അകത്ത് 30 ഗ്രാമാണ് ഈ ഒരു സീവിൽ റീറ്റെയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് 1000 ഇൻറ്റു 100. ഇതിൻ്റെ പെർസെൻറ്റേജ് അതാണ് 3% ആണ് അവിടുത്തെ. അടുത്തത് ഈ വാല്യൂ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടിയേക്കുന്ന വാല്യൂ W2 80 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ക്യാപിറ്റൽ W ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ 8% എന്ന് കിട്ടും. അടുത്തത് ഈ ഒരു 10% എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ കിട്ടിയേക്കുന്ന W3 അതായത് 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് 1000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 10 കിട്ടും. അടുത്ത് 12.5 എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടിയേക്കുന്ന വെയിറ്റ് 125 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് 1000 ഇൻറ്റു 100. ആ രീതിയിൽ നമുക്ക് പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് ഇവിടെ കിട്ടിയേക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് ഈ രീതി കണ്ടുപിടിക്കാം. അടുത്ത കോളം ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻഡ് അതെങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കോളത്തിൻ്റെ വാല്യൂ ഇപ്പുറത്തുള്ള അതേ വാല്യൂ എടുത്ത് എഴുതുക. ഇനി ഈ 2 വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ട് സെക്കൻഡ് കോളത്തിലെടുത്ത് എഴുതുക. ഇനി ഈ 3 വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ട് തേർഡ് കോളത്തിലെടുത്ത് എഴുതുക. അതാണ് ഈ ക്യുമുലേറ്റീവ് വെയിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ആഡ് ചെയ്ത് വരിക. അപ്പോൾ ഫസ്റ്റ് കോളം അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇത് 2ഉം കൂടി കൂട്ടിയിട്ട് ഇവിടെ എടുത്ത് എഴുതുക. ഇത് 3ഉം കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പുറത്തെടുത്ത് എഴുതുക. ഇത് 4ഉം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എടുത്ത് എഴുതുക. അങ്ങനെ ക്യുമുലേറ്റീവ് ആഡ് ചെയ്ത് പോവുക. ഓക്കെ. ഇനി അടുത്തത് ഫൈൻനെസ് മോഡുലസ്. നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഫൈൻനെസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും കോളത്തിൽ കിട്ടിയേക്കുന്ന വാല്യൂ എല്ലാം കൂടി ആഡ് ചെയ്യുക. അതാണ് 314. ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 314 കിട്ടും ഡിവൈഡഡ് ബൈ 100. അതാണ് ഫൈൻനെസ് മോഡുലസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു പോയായിരുന്നു തിയറി പറഞ്ഞപ്പോൾ. ഇത് ഇവിടെ ഉണ്ട്. ഫൈൻനെസ് മോഡുലസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻനെസ് മോഡുലസ് 3.14 കിട്ടി. ഈ ഫൈൻനെസ് മോഡുലസ് വെച്ചിട്ട് നമുക്ക് ഫർദർ അഗ്രിഗേറ്റിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ യൂഷ്വലി ഈ ഒരു ടോപ്പിക്, ഈ ഒരു സാൻഡ് എന്ന് പറയുന്ന ലെക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സാൻഡ്. അപ്പോൾ സാൻഡ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ സാൻഡ് ഉണ്ട്, മറ്റേ ക്രഷ്ഡും ഉണ്ട്. പിന്നെ അതിൻ്റെ സൈസ് സോഴ്സ് അനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്. പിറ്റ് സാൻഡ് ഉണ്ട്, റിവർ സാൻഡ് ഉണ്ട്, സീ സാൻഡ് ഉണ്ട്. അത് മാത്രം എഴുതിയാൽ മതി. ഇത് 4 മാർക്കിനൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സാൻഡ് 3 മാർക്കിന് ചോദിക്കും. ക്വാളിറ്റീസ് ഒരു 6-7 വരെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ അവർ ചോദിക്കും എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ സീവ് അനാലിസിസ്. അല്ലെങ്കിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞു സീവ് അനാലിസിസിന് പകരം ചിലപ്പോൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് കണ്ടക്റ്റഡ് ഓൺ എ സാൻഡ്, അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റിനെ തന്നെയാണ് നമ്മൾ സാൻഡ് എന്നും പറയും. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് ഫോർ ഫൈൻ അഗ്രിഗേറ്റ് എന്നോ എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് ഫോർ സാൻഡ് എന്നോ ചോദിച്ചാൽ നിങ്ങൾ ഈ സീവ് അനാലിസിസിൻ്റെ പ്രൊസീജിയറാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ അത് ഞാൻ ഈ കാണിച്ച പോലെ ഫിഗറും കാര്യങ്ങളും ഒന്നും നിങ്ങൾ വരക്കണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. ചോദിക്കുമ്പോൾ
ഈ തിയറി മാത്രം എഴുതിയാൽ മതി. ഈ ഒരു പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഈ 2 പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫ്, പിന്നെ നമ്മൾ ലാസ്റ്റ് കാണിച്ച ഈ ഒരു ടേബിൾ സാമ്പിൾ ടേബിളാണ്. ഇതിൻ്റെ അകത്ത് ഈ വാല്യൂ ഇത് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 100 കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഇനി ഈ പെർസെൻറ്റേജ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 100 ആയിരിക്കും കിട്ടുന്നത്. അതും നിങ്ങൾ നോക്കി. അപ്പോൾ ഈ ടേബിള് ഹെഡിങ്സും ഈ സീവിൻ്റെ ഓർഡറും ഒന്നും മാറ്റരുത്. ഇതൊക്കെ അതുപോലെ തന്നെ എഴുതി വെക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.